പ്രിയമുള്ളവരെ നമസ്കാരം. അവിടെ ഇവിടെയുമായിട്ട് കിടന്ന് വിമർശിക്കുന്ന ആൾക്കാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കരുത്, അവന്മാരെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അവന്മാരൊക്കെ കിടന്ന് കാണിക്കുന്നത് എന്നാണ് എന്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുകയും അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് നേർക്കുനേരെ സംവദിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് നേർക്കുനേരെ സംവദിക്കാം. എന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത തെറ്റുകളും എന്റെ തെമ്മാടിത്തനങ്ങളും എന്റെ നിലപാടില്ലായ്മകളും എന്റെ കഴിവുകേടും ഒക്കെ തന്നെ വലിച്ചു കയറാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരാൾ പോലും ചേട്ടാ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അഖിലെ ഞാൻ തയ്യാറാണ്, നിങ്ങൾ ഡേറ്റും തീയതിയും ഫിക്സ് ചെയ്തോളൂ, ഇതാണ് എന്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി സംസാരിച്ച് തീർച്ചയായും ഇത്തരം ഒരു സംവാദത്തിന് നമുക്ക് തയ്യാറാകാമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ചങ്കുറപ്പും അല്ലെങ്കിൽ അതിനുള്ള ഒരു നട്ടലിന്റെ ഉറപ്പുമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി തുടരാം. പണ്ട് നമ്മുടെ ഒരു ജനൻ ടിവിയുടെ ചർച്ചയിൽ സീക്രട്ട് ഏജന്റ് സായിയോട് പറഞ്ഞത്, നിങ്ങൾ അടച്ചിട്ട റൂമിൽ ഒരു മൊബൈൽ എടുത്തു വെച്ച് ഈ ലോകത്തെ മുഴുവൻ വിമർശിച്ച് നന്നാക്കാൻ ശ്രമിച്ചോളൂ, നേർക്ക് നേരെ മൂത്ത് നോക്കി. പ്രിയപ്പെട്ട വിമർശകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വഴിയരികിൽ കിടന്ന് എന്നെ വിമർശിക്കാതെ പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാം. നേർക്ക് നേരെയുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുമായിട്ടും നേർക്കുനേർ സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. അഖിൽമാരാരുടെ കപടമുഖം വലിച്ചു കീറി ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്ന സകല യൂട്യൂബർമാർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് എന്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, നിങ്ങളുടെ എല്ലാവരെയും നമ്പർ അയക്കാം. ഞാൻ ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് സംസാരിക്കും. അടുത്ത ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഞാൻ റെഡിയാണ്. ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്നുണ്ടെങ്കിൽ, കഴിവില്ലാത്തവനാണ് ഞാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് തുറന്ന് കീറി കാണിക്കാനുള്ള ഒരു അവസരം തരികയാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് യൂട്യൂബിൽ ഇട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമുക്ക് നേർക്ക് നേരെ സംവദിക്കാം. വരൂ, സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതിൽ നിലവിൽ ആ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് അഡ്വോ കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ആരിഫ് ഒരു ഇത് കൊണ്ടുവന്നത്. ആ അഡ്വോ കമ്മിറ്റിയെ ഹൈക്കോടതിയുടെ